കണ്ണൂരിലെ കോൺഗ്രസ് നേതാവും UDF സ്ഥാനാർത്ഥിയുമായ കെ സുധാകരനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധം വീഡിയോ പ്രചരിപ്പിച്ചതിനാണ് കെ സുധാകരനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തയ്യാറാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത 1 മിനിറ്റും 20 സെക്കൻഡും ദൈർഘ്യമുള്ള പരസ്യത്തിലാണ് സ്ത്രീവിരുദ്ധ പരാമർശമുള്ളത്. വീഡിയോയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. തിങ്കളാഴ്ചയാണ് കെ സുധാകരൻ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വീഡിയോ ഷെയർ ചെയ്തത്. ആൺകുട്ടിയായവൻ പോയാലാണ് കാര്യങ്ങൾ നടക്കുകയെന്നും വീഡിയോയിൽ പറയുന്നു. ഒരു പെണ്ണിനെ പാർലമെന്റിലേക്ക് അയച്ചിട്ട് കാര്യമില്ലെന്നും അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ചു വാങ്ങി വരണമെങ്കിൽ ഒരു ആൺകുട്ടി പോകണമെന്നുമുള്ള ധ്വനിയാണ് സുധാകരന് വേണ്ടി തയ്യാറാക്കിയ പരസ്യത്തിലുള്ളത്. ഇതാണിപ്പോൾ വൻ വിവാദമായിരിക്കുന്നത്. അതേസമയം ഈ പരസ്യ വീഡിയോ പാർലമെന്റിൽ PK ശ്രീമതി നടത്തിയ പ്രസംഗങ്ങളെയും കളിയാക്കുന്നുണ്ടെന്ന് ആരോപണമുണ്ട്. ഓളെ പഠിപ്പിച്ച ടീച്ചറാക്കിയത് വെറുതെയായെന്നും ഒരു കഥാപാത്രം പറയുന്നു. ഈ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ പാർലമെന്റിൽ പ്രസംഗിച്ചവരോയ യാതൊരു ബന്ധവുമില്ല. ഓളെ പഠിപ്പിച്ച ടീച്ചറാക്കിയത് വെറുതെയായി എന്ന കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈന്റെ നിർദ്ദേശപ്രകാരം നടപടിയെടുത്തത്. ഈ അവസരത്തിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് PK ശ്രീമതിയെ എൻഡോസൾഫാൻ രോഗികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ കാണാൻ ചെന്ന അനുഭവം ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. സ്ത്രീയായതുകൊണ്ട് അവർ പുരുഷന്മാരെക്കാൾ കഴിവ് കുറഞ്ഞവരാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന കെ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് പരസ്യം ശുദ്ധ സ്ത്രീവിരുദ്ധവും അപമാനകരവുമാണ്. പൊതുപ്രവർത്തന പരിചയത്തിനപ്പുറം PK ശ്രീമതിയോട് എനിക്കൊരു വ്യക്തിബന്ധവും മമതയുമില്ല. ഒട്ടേറെ കാര്യങ്ങളിൽ PK ശ്രീമതിയോട് രാഷ്ട്രീയമായി ഞാൻ വിയോജിക്കുമ്പോഴും ചിലതിൽ ശക്തമായി എതിർക്കുമ്പോഴും ഈ നാട്ടിലെ 50% സ്ത്രീകളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് കഴിവ് തെളിയിച്ച അപൂർവം സ്ത്രീകളിൽ ഒരാളായ അവരെ അപമാനിക്കുന്നത് ഈ നാട്ടിലെ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കണ്ണൂരെ സ്ത്രീകൾ ഇതിന് മറുപടി പറയണം എന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.